ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്ത് ചെമ്പരക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ 46 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് 46 ലക്ഷത്തിന്റെ ഈ ഒരു വീട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്, ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള വീടുകളിലെ കുറച്ച് കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ നമുക്ക് പെരുമ്പാവൂരേക്ക് 7 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ട്രേറ്റ് ഭാഗങ്ങളിലേക്ക് 16 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും സെയിം തന്നെ 16 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് അടുത്ത് മെട്രോ സ്റ്റേഷൻ വരുന്നത് ആലുവയാണ്. 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സ്കൂൾ നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കൊക്കെ വെറും 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. രാജഗിരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഈസി ആയിട്ട് എത്താം. 5.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, നിറച്ച് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. മതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് മതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള പോർഷനുകളിലൊക്കെ നോക്കിയാൽ GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള ഷോ ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ലേസർ കട്ട് ഡിസൈനിൽ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. പില്ലറുകളും മുകളിലൊക്കെ നോക്കിയാൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്ത് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈൻ തന്നെയാണ് എലിവേഷന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. പോർച്ചിന്റെ പില്ലറുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് ഇവിടെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കവേർഡ് കാർ പോർച്ചിന് അണ്ടറിൽ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ KWയുടെ വാട്ടർ കണക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി താഴെയും അതുപോലെ മുകളിലെ ടാങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാം. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ചെറിയൊരു ഏരിയ ആണ്. ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ്. അവിടെയും നമുക്ക് സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കാം. കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ മെറ്റൽ ഷിപ്പുകളാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വൈറ്റ് കളറും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഭംഗിയുള്ള ടൈലാണ് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4 ചെയറുകൾക്ക് പ്ലേസ് ചെയ്യാനുള്ളത്രയും ഒരു സ്ഥലമാണ് നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. വീടിന്റെ ദർശനം നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഫേസിങ് പടിഞ്ഞാറോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നത്. മെയിൻ ഡോർ വന്നിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനിലൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തേക്കിലും ബാക്കിയുള്ള വുഡൻ ഐറ്റംസ് ഒക്കെ വന്ന് മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ അളവ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. നേരെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടെയായിട്ട് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാണാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്ക് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്രിക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ 3 വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡിസൈനുകൾ വരുന്നുണ്ട്. ചെറിയ LED ബൾബുകൾ ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ഒരു വീടിന്റെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാണ്. വുഡൻ ബോർഡറുള്ള ആ ഒരു ടൈല് തന്നെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്.
ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനോ ചെറിയ രീതിയിൽ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി പോകുന്ന ഈ ഒരു ഭാഗത്തും ഡൈനിങ്ങിന്റെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ആയിട്ട് ഇതുപോലെ ചെറിയൊരു ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് വുഡനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിന്റെ അളവ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 9 അടി വീതിയുമാണ് കിട്ടുന്നത്. ഏകദേശം 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, അതും ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. വാഷ് ഏരിയ ഇവിടെയായിട്ടാണ് വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയായിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. താഴെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ വലിയൊരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകൾ ഇട്ടിട്ട് പുറത്തൊക്കെ വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന വോള് നോക്കിയാലും ഭംഗിയായുള്ള ഡിസൈനിലാണ് ഈ ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ മഹാഗണിയിൽ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് വാർഡ്രോബ്സ് കാണാൻ പറ്റുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ ഉണ്ട്. താഴെ നമുക്ക് നല്ലൊരു ഡ്രോയും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് മൂന്ന് വിൻഡോസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ആവശ്യത്തിന് മാത്രമുള്ള സ്റ്റാൻഡേർഡ് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡും ഡാർക്ക് ഗ്രേ ഷെയ്ഡും കൂടെ കൂടിയിട്ടാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. വോളിലെല്ലാം തന്നെ ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളും ഫ്ലോറിലൊക്കെ ഗ്രിപ്പോട് കൂടിയ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ കിച്ചൺ ആണ് കാണാനുള്ളത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കിയാൽ വുഡിൽ തന്നെ ചെയ്തിട്ട് ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്ത സമയത്ത് നമുക്കൊരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബുകൾ വന്നിട്ടാണെങ്കിലും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഓഫ് വൈറ്റ് ഷെയ്ഡിന്റെ ഡിസൈൻ വരുന്ന ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ഒരു ലെയറിലും താഴെ ഒരു ലെയറിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ആണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യം ഡിസൈനുകൾ വരുന്നുണ്ട്. LED ബൾബുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ സ്പേസ് ആണ്. അത് കവർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കയറുന്ന വഴിക്കെല്ലാം നമുക്ക് ഫുഡ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് ഒരു ഹാളിലാണ്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. TV ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോളിൽ പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 എണ്ണവും ഇവിടെ വേറെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നമ്മൾ കയറി വന്നപ്പോൾ തുടങ്ങിയുള്ള വർക്കുകൾ നിങ്ങൾ നോക്കിക്കോളൂ. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാള് നമ്മൾ കണ്ടു. ഇവിടുത്തെ വിൻഡോസ് കണ്ടു. നമുക്കിത് നേരെ ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് ഓരോ സൈഡിൽ നിന്ന് നമുക്ക് കവർ ചെയ്ത് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൂഫ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി ഏരിയ കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കിനി 2ഉം 3ഉം ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ ബോർഡർ ലൈനുകളിലൊക്കെ വർക്കുകൾ പ്രൊജക്ഷൻ വരുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് കളർ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സൗകര്യമായിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും കഴിഞ്ഞ് നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ് കാണാനുള്ളത്. ഇതൊരു വലിയ ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അളവ് നോക്കുവാണെങ്കിൽ 15.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന്റെ അളവ് വരുന്നത്.
ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ടൈമിൽ ഈ ബെഡ്റൂം കാണിക്കുന്ന ടൈമിൽ പവർ പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റ് വേരിയേഷൻ തോന്നുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകളൊക്കെ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ പോലെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നമുക്ക് പൂക്കാട്ടുപടിയിൽ നിന്നും 6 കിലോമീറ്റർ മാറിയുള്ള ദൂരത്തിലാണ്. ചെമ്പറക്കി എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. എല്ലായിടത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ഉണ്ട്. സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. മെയിൻ റോഡിൽ നിന്നും 800 മീറ്റർ ആണ് ദൂരം വരുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസും ബാക്കിയുള്ളതെല്ലാം നോക്കുവാണെങ്കിൽ 2 വീലർ വെക്കാനുള്ള സ്പേസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ക്യൂട്ട് വീടാണ്. തൊട്ടടുത്തൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ വോട്ടറിന് സോഴ്സ് വരുന്നത് നോക്കുവാണെങ്കിൽ KWയുടെ വോട്ടറാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 46 ലക്ഷം രൂപയാണ്. 46 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. നമ്മൾ മാർബിൾ ഹോംസ് കൂടി പർച്ചേസ് ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അറിയാം ഇതുപോലത്തെ വീട് ഈ ഒരു ബഡ്ജറ്റിൽ എന്തുകൊണ്ടും ആപ്റ്റ് ആണ്, വർത്ത് ആണ്. സോ നമുക്ക് വലിയ കാര്യമായ നെഗോസിയേഷൻ അല്ലെങ്കിൽ പോലും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. എടുത്തു പറയുകയാണ് വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീട് കാണാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. ചെറിയ ബഡ്ജറ്റിന്റെ വീടാണ്, പെട്ടെന്ന് സെയിലായി പോകും. ഒട്ടും ലേറ്റ് ആവേണ്ട, വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.